അടുത്ത സെക്ഷൻ പഠിക്കാനുള്ളത് പാരാമെട്രിക് കർവ്സ്. അപ്പോൾ പാരാമെട്രിക് കർവ്സിൽ നമ്മൾ ഇഫ് എക്സ് ആൻഡ് വൈ, എക്സും വൈയും കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. എക്സിനെ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ഈക്വൽ ടു എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു കേർവിനെ റെപ്രസെൻ്റ് ചെയ്യും. ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഒരു കേർവിനെ റെപ്രസെൻ്റ് ചെയ്യും ഇൻ കോർഡിനേറ്റ് പ്ലെയിനിൽ. എക്സ് വൈ കോർഡിനേറ്റുകളാണ്. അപ്പോൾ കോർഡിനേറ്റ് പ്ലെയിനിൽ നമ്മൾ ഒരു കേർവിൻ്റെ ഇക്വേഷനെയാണ് നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ പറയുന്ന പേരാണ് പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദ കർവ്. അപ്പോൾ നമ്മൾ എക്സിനെയും വൈനെയും ടീൻ്റെ ഫങ്ഷൻ ആക്കി, എക്സിനെയും വൈനെയും രണ്ട് ഫങ്ഷനെയും നമ്മൾ ഇതിൻ്റെ ടീൻ്റെ ഫങ്ഷൻസ് ആക്കി എഴുതി. അപ്പോൾ ടി എന്ന് പറയുക, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പാരാമീറ്റർ. അപ്പോൾ ഈ ടി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെല്ലിനെ, അത് ഐ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവെല്ലിലാണ് ടി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ടി വേരി ചെയ്യുന്ന ഇൻ്റർവെൽ ഐ ആണെങ്കിൽ നമ്മൾ അതിനെ പാരാമീറ്റർ ഇൻ്റർവെൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഇൻ്റർവെല് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ എഫ് ഓഫ് എ കോമ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് നമ്മൾ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയും. ഓർഡേർഡ് പെയർ എഫ് ഓഫ് എ കോമ ജി ഓഫ് എന് നമ്മൾ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയും. ഇനി അതുപോലെ ഓർഡേർഡ് പെയർ എഫ് ഓഫ് ബി കോമ ജി ഓഫ് ബി, അതിനെ നമ്മൾ ടെർമിനൽ പോയിന്റ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഈ എക്സ് വൈൻ്റെ ടൈമിൽ തന്ന ഇക്വേഷനെ നമ്മൾ ഈ വേരിയബിൾ ടീൻ്റെ ഫോമിലേക്ക് ആക്കി മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ പറയുക പാരാമെട്രൈസേഷൻ എന്ന് പറയും. പാരാമെട്രൈസേഷൻ ഓഫ് ദ കർവ്. നമ്മൾ ഈ ഇക്വേഷനും അതിൻ്റെ ഇൻ്റർവെല്ലും കൂടെ കൂടുമ്പോൾ നമ്മൾ ഒരു കർവിനെ പാരാമെട്രൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഈ ഇക്വേഷനും അതിൻ്റെ ഇൻ്റർവെല്ലും കൂടെ കൂടുമ്പോൾ എക്സാമ്പിളുകൾ പറയാം. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ ഇതാണ്. എക്സ് ഈക്വൽ ടു കോസ് ടി ആൻഡ് വൈ ഈക്വൽ ടു സൈൻ ടി ഇൻ ദ പാരാമീറ്റർ ഇൻ്റർവെൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇതാണ് നമ്മുടെ ഇൻ്റർവെൽ. അപ്പം നമ്മൾ ഈ ഫങ്ഷൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഏത് കർവിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടി വേരിയബിൾ ഒഴിവാക്കി നോക്കാം. എക്സിൻ്റെയും വൈൻ്റെയും ടേമിലേക്ക് ആക്കി മാറ്റാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മളിവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കണ്ടു നോക്കി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് കിട്ടും. അതെന്താണ്? 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ എവിടെയെങ്കിലും പരിചയമുണ്ടോ? അത് നമ്മൾ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 1 ആണ്. അപ്പോൾ നമ്മൾ ആ സർക്കിൾ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ സർക്കിളിലെ ഓരോ പോയിന്റ് എങ്ങനെയായിരിക്കും? കോസ് ടി സൈൻ ടി എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാം. എന്നുവെച്ചാൽ ഓരോ ഇപ്പോൾ ആംഗിൾ ടി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ കോസ് ടി സൈൻ ടി എന്ന് പറയുന്നത് എന്ത് വരും? കോസ് 0 സൈൻ 0 എന്ന് വരും. കോസ് 0 എന്താ? കോസ് 0 1 ആണ്, സൈൻ 0 0.
അപ്പോൾ 1 0 എന്ന് പറഞ്ഞ പോയിന്റാണ്. ടി ഈക്വൽ ടു 0 ആംഗിള് 0 ആകുമ്പോൾ 1 0 എന്ന് പറഞ്ഞ പോയിന്റാണ്. അതേതാണ് പോയിന്റ് വരിക? 1 0 എന്ന് പറഞ്ഞ പോയിന്റ്. ഇതാണ് ടി ഈക്വൽ ടു 0യിലെ പോയിന്റ്. ഇനി അടുത്ത് ടി ഈക്വൽ ടു π/2 ആകുമ്പോൾ നോക്കാം. ടി ഈക്വൽ ടു π/2 ആകുമ്പോൾ കോസ് π/2 സൈൻ π/2. കോസ് π/2 0 ആണ്. സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 0 1 എന്ന് പറഞ്ഞ പോയിന്റ് അതേതാണ്? ഈ പോയിന്റ് 0 1 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇതാണ് ടി ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ നമ്മുടെ ഈ കേവിൻ്റെ ഡയറക്ഷനും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുകയാണ്. കേവിൻ്റെ ഡയറക്ഷനെ അടുത്ത് ടി ഈക്വൽ ടു 180 ആകുമ്പോഴോ നോക്കുക, പൈ ആകുമ്പോഴോ നോക്കുക. അതുപോലെ ടി ഈക്വൽ ടു 270 ആയുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ എന്തായാലും കിട്ടി. ഇനി നമുക്ക് സർക്കിളാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ 1 സെൻറ്റിമീറ്ററിൽ റേഡിയസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ സർക്കിൾ വരയ്ക്കുക. നമ്മുടെ സർക്കിളിൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് കിട്ടി. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് ഓരോ പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സർക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇനിയിപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. എക്സ് ഈക്വൽ ടു കോസ് ടിയും വൈ ഈക്വൽ ടു മൈനസ് സൈൻ ടിയും. ഇവിടെ ടി വേരി ചെയ്യുന്നത് നേരത്തെ അതേ ഇൻ്റർവെല്ലിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2πയിൽ. അപ്പോൾ ഇതിലെന്താ വ്യത്യാസം ഉണ്ടാവുക? ഇതിൽ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ കിട്ടുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? കോസ് സ്ക്വയർ ടി പ്ലസ് മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ടി തന്നെ. സൈൻ സ്ക്വയർ ടി കിട്ടും. അത് 1 തന്നെ കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 റേഡിയസ് ഉള്ള സർക്കിളിനെ തന്നെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യാസം എന്താ വരിക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ ഫസ്റ്റ് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ നോക്കാം. കോസ് 0 മൈനസ് സൈൻ 0 വരും. കോസ് 0 മൈനസ് സൈൻ 0. കോസ് 0 എന്താ? 1. മൈനസ് സൈൻ 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. മൈനസ് ആകുമ്പോഴും 0 തന്നെ. 1 0 എന്ന് പറഞ്ഞ പോയിന്റാണ് നമുക്കിവിടെ കിട്ടുക. ഇനി അടുത്തത് ടി ഈക്വൽ ടു π/2 ആകുമ്പോൾ നോക്കാം. ടി ഈക്വൽ ടു π/2 ആകുമ്പോൾ കോസ് π/2 മൈനസ് സൈൻ π/2. കോസ് π/2 എന്താണ്? 0 ആണ്. സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 1 കിട്ടും. അപ്പോൾ നമുക്ക് 2 പോയിന്റ് വെച്ച് നമുക്ക് ഏകദേശം ഡയറക്ഷൻ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ സർക്കിൾ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 0 എന്ന് പറഞ്ഞ പോയിന്റ്. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്കിവിടെ കിട്ടി 1 0 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഇനി അടുത്ത ടി ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിലാണ്. അപ്പോൾ അവിടുത്തെ പോയിന്റ് നമുക്ക് കിട്ടിക്കുന്നത് 0 - 1. അപ്പോൾ 0 - 1 എന്ന് പറയുന്നത് ഇവിടെയാണ് പോയിന്റ് വരിക. 0 - 1. ഇതാണ് ടി ഈക്വൽ ടു π/2ലെ പോയിന്റ്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ നോക്കി. ടി എന്ന് പറഞ്ഞാൽ 0യിൽ തുടങ്ങി π/2ൽ എത്തുമ്പോൾ ഇങ്ങോട്ടാണ്. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും.